ഈ വീഡിയോ ഡിസ്റ്റർബൻസ് ആയിരിക്കും സൗണ്ടൊക്കെ കാരണം. പക്ഷെ മൈക്ക് വെച്ചിട്ടുണ്ട്, അതിന് മുന്നോടിയായിട്ട് മൈക്ക് വെച്ചിട്ടുണ്ട്. അധികം ഈ പറഞ്ഞ പോലെ നേച്ചറിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്, അതായത് പ്രകൃതിയുടെ ശബ്ദങ്ങളും മഴയും അതുപോലെ പട്ടിയുടെ കരയും ഒക്കെ ആയിട്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഇന്നും പതിവ് പോലെ പിള്ളേർക്ക് ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലുള്ള പിള്ളേർക്കും അവധിയാണ്. എന്തുകൊണ്ടും നന്നായി. ഞാൻ പറഞ്ഞ തൂമണി പനിയാണ്, കുറവുണ്ട് കേട്ടോ. എന്നാലും ആള് ടയേർഡാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ പനിയുണ്ട് എന്ന് വേണ്ട. ആള് ബെഡിൽ നിന്ന് എഴുന്നേക്കില്ല, റൂമിൻ്റെ പുറത്തോട്ടും വരില്ല. അതൊരു കണക്കിന് നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം നമ്മൾ പിള്ളേർ കുറേ പേരുള്ളതുകൊണ്ട്, 3 പേരുള്ളതുകൊണ്ട് തന്നെ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതേതായാലും നന്നായി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചാക്കോച്ചനും അതുകൊണ്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അവനൊരു ഫോണിൽ ഒതുങ്ങി അവൻ്റേതായ ലോകത്തിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഞാനിന്ന് വീഡിയോ ആക്ച്വലി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ട് ഇവൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും ഒരു വീഡിയോ ഇട്, ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാനിട്ട വീഡിയോയ്ക്കായാലും നല്ല ഒരു റെസ്പോൺസ് കിട്ടി. കുറേ പേര് ചോദിച്ചു കേട്ടോ, ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു നെറ്റിയിൽ എന്താ പറ്റിയെന്ന് അറിയത്തില്ലെന്ന്. കുറേ പേര് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്തോ ഒരു പ്രാണിയുണ്ട്, അത് വന്നിരുന്ന ഇങ്ങനെ പാട് വരും എന്നുള്ളത്. എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അത് ഇങ്ങനെ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. എനിക്ക് ആ ഒരു സമയത്ത് എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നിയിരുന്നു. പക്ഷേ അത് ഇത്രത്തോളം വലിയൊരു സംഭവമായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. സംഭവം ഇന്ന് ബുധനാഴ്ച, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ 4 ദിവസമായിട്ടും ആ പാടം കൂടെ മാറിയിട്ടില്ല. മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ സന്തുവിൻ്റെ അവിടെ പന്തലിട്ടുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ പരിപാടിയാണ് സൺഡേ. അത് ഹിന്ദുക്കളുടെ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വലിയ കാര്യം അച്ഛൻ്റെ അവിടുത്തെ സന്തു എന്നെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. ഈ പറഞ്ഞ പോലെ അവരുടെ പണിയും പെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുകയാണ്. സന്തു എന്നും വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. ഈ പറഞ്ഞ പോലെ പിള്ളേർക്കൊക്കെ വയ്യാത്തതുകൊണ്ട് ഞാൻ പോയി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് സന്തുവിനെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ചു സന്തു എങ്ങനെയാണ്. സന്തുവിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല, കണ്ടിട്ട് എന്നോട് ഓക്കെ ആയിട്ടാണ് സംസാരിച്ചത്. ഞാനിന്നലെ മിക്ക അടിക്കുമ്പോഴൊക്കെ കണ്ടിരുന്നു. കാരണം ആളുടെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആൾ ഫുൾ ടൈം പുറത്താണ്. ആളങ്ങനെയാണ്. ആളുടെ അവിടെ എന്തെങ്കിലും കഴിഞ്ഞിടയ്ക്കൊക്കെയാണ് മാവും മുറിച്ച്, അവരുടെ വീട്ടിൽ എടുത്ത് കുറേ മാവുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴക്കാലം ആയപ്പോൾ തൊട്ട് അത് ഒടിഞ്ഞു വീഴാനും, നമ്മൾ പറയത്തില്ലേ പറയാം, ആ സംഭവം പറയുമ്പോൾ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾ ഫുള്ളി ബിസിയാണ് പുറത്തായിട്ടും. ഇത് കാണുന്നുണ്ടെന്ന് അറിയില്ല, പ്ലാവ് കാരണം. ആ പ്ലാവിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചു. വീട്ടിലെ കിണറ്റിലെ കാര്യം എന്തായിരുന്നു. അപ്പോൾ ഇന്നലെ അത് ഭംഗിയായിട്ട് അവസാനിച്ചു. ഇന്നലെ ഞാൻ വിളിച്ചില്ലെങ്കിലും അമ്മ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു, കിണറെല്ലാം ക്ലീൻ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം വറ്റിക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെന്താണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ ഈവനിങ് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചാണെങ്കിലും പിള്ളേർ ഭയങ്കര ടാങ്കി ആയിരുന്നു. ഒരു വന്നപ്പോഴും ഒരു 3:30-4 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഞാൻ 2 ദിവസം, അതായത് ഞായറും തിങ്കളും ഞാൻ ഉച്ചയടിച്ചില്ലായിരുന്നു. നല്ല ജഗപുക ഇലയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ വെള്ളമുള്ള സമയത്ത് മിറ്റമടിച്ചെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഈ ടൈൽസും കൂടെയാണ്, ചരലാണെങ്കിൽ നമുക്ക് വാരി എടുത്തുകൊണ്ട് പോകാമെന്ന് പറയാം. അപ്പോൾ അത് അടിച്ചെടുക്കാൻ കുറച്ചധികം ഞാൻ 1/2 മണിക്കൂർ എടുത്തിട്ടായിരിക്കും ആദ്യമായിട്ട് ഞാൻ ഈ മിറ്റം ഒന്ന് അടിച്ചെടുത്തത്. അരമണിക്കൂർ 40 മിനിറ്റ് എടുത്തു ഏകദേശം. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ 2 ദിവസത്തെ വയ്യായി കാരണം അതെല്ലാം പെൻഡിങ് ആയിരുന്നു. അതൊക്കെ തീർത്ത് ഇനിയിപ്പോൾ തുണി മടക്കാനുള്ള ഒരു വലിയ ജോലി എനിക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കേട്ടോ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് മിക്കവാറും ഈ വീഡിയോ ഡിസ്റ്റർബൻസ് ആയിരിക്കും സൗണ്ടൊക്കെ കാരണം. പക്ഷെ മൈക്ക് വെച്ചിട്ടുണ്ട്, അതിന് മുന്നോടിയായിട്ട് മൈക്ക് വെച്ചിട്ടുണ്ട്. അധികം ഈ പറഞ്ഞ പോലെ നേച്ചറിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്, അതായത് പ്രകൃതിയുടെ ശബ്ദങ്ങളും മഴയും അതുപോലെ പട്ടിയുടെ കരയും ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ മുകളിലാണ് കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് പരക്കൊക്കെ അടിച്ചിട്ടിട്ട് ഞാൻ കയറി. കാരണം തോമു റൂമിലാണ്. ചാക്കോച്ചൻ ഇന്ന് പതിവിലും വിട്ട് നേരത്തെ എഴുന്നേറ്റ്. പക്ഷെ എനിക്ക് TV കാണിച്ചിരുത്താൻ പറ്റിയില്ല. ഇന്ന് വൈഫൈ ഒരു 10:30-11 മണി വരെ വൈഫൈ ഇല്ലായിരുന്നു. അപ്പോൾ ഫോണിലൊക്കെ കാണിച്ച് ഞാൻ ഇരുത്തി. കാരണം ഇന്നലെയും ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ചുമ, കിടക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, കുത്തി ചുമയ്ക്കുകയാണ്. അപ്പം നല്ലൊരു ഗുഡ് സ്ലീപ്പ് ഇന്നലെയും കിട്ടിയില്ല. പക്ഷെ ഇന്നലെ ഞാൻ അതേ പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്യാനില്ല. ഞാൻ നേരത്തെ കയറി കിടന്നെങ്കിലും, നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു 11:30 ആയിട്ടോ, അങ്ങനെ കിടന്നെങ്കിലും എനിക്ക് പറ്റിയില്ല. ഇന്നലെ ഞാൻ നേരത്തെ തലമുടിയൊക്കെ നനച്ചു. കാരണം 2 ദിവസമായിട്ട് പറഞ്ഞ പോലെ മേല് മാത്രമേ കഴുകുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടൊരു സുഖമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലാണ്, ഞാനും പിള്ളേരും മുകളിലാണ്. താഴെ മമ്മീൻ്റെ അടിയും ബിസിനസ്സിൻ്റെ കാര്യത്തിനായിട്ട് ഇരിക്കുകയാണ്.
പാച്ചു തന്നെ ഫ്രീഡം ആഘോഷിക്കുകയാണ്. ടി വി ഫോണും ഒക്കെ ഒരുമിച്ച് കിട്ടിയപ്പം അതുമായിട്ട് ആള് താഴെയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഹാളിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആളുടെ ടി വിയുടെ സൗണ്ട് മോള് വരെ കേൾക്കാം. അപ്പോൾ ഞാൻ ഓർത്ത് കോപ്പറേറ്റ് കിട്ടാൻ വേറെ ഒന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ ഇവിടെ മൈക്ക് വെച്ച് നിൽക്കാം. മഴയല്ലേ, അതിപ്പം അണ്ടർസ്റ്റുഡ് ആയിരുന്ന സംഭവം. നിങ്ങൾക്കും ഈ മഴയൊക്കെ മിസ് ചെയ്യുന്നവർ കുറേ പേര് നാട്ടിലല്ല പുറത്തുണ്ട്, അവർക്കൊക്കെ മഴയൊക്കെ ലൈവായിട്ട് കണ്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ മഴയാണ്, കുറേ പേർക്ക് പനിയും അത് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നോട് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ബാക്ക് ടു ബാക്ക് അസുഖങ്ങളാണ്. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞ പോലെ മഴ തുടങ്ങിയ പിന്നെയാണ് കേട്ടോ, മഴ മൂത്ത പിന്നെയാണ് നമുക്കിങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് തുടങ്ങിയത്. ഞാൻ ഇന്നലെയും വന്ന് സംസാരിച്ചു, ഇന്നും സംസാരിച്ച് വീഡിയോ ഇടുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഈ സത്യം പറഞ്ഞാൽ ഒരു 10 മണി കഴിയുമ്പോൾ ആൾക്കാരുടെ ചോദ്യം വന്നു തുടങ്ങും. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ചധികം പേരുള്ളതുകൊണ്ട് തന്നെ അവർ നമ്മളെ അന്വേഷിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ സൺഡേ തൊട്ട് ഞാൻ ചാക്കോച്ചിൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സൺഡേ എടുത്തു തുടങ്ങിയെങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ സൺഡേയിലെ കുറച്ച് വീഡിയോസും ഇനി നാളെയെങ്കിലും എനിക്ക് എടുക്കണം. നാളെയും പിള്ളേർക്ക് അവധിയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നാളെയും ക്ലാസ് ഉണ്ടാവുമോ എന്നുള്ളത്. അവധിയാകാനേ ചാൻസ് ഉള്ളൂ, കാരണം നല്ല മഴയാണ്, എല്ലായിടത്തും വെള്ളം കയറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ സമയത്ത് ട്രിപ്പിന് പോണവരാണ്, വെള്ളച്ചാട്ടം കാണാൻ പോണവരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ്. ഈ സമയത്താണ് എല്ലാവർക്കും വെള്ളച്ചാട്ടം കാണാൻ പോകല്, അല്ലെങ്കിൽ ട്രിപ്പിന് പോവുക. ബോയ്സ് ആയാലും അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക വെള്ളച്ചാട്ടത്തിലൊന്നും പോയി ഇറങ്ങരുത്, സേഫായിട്ടിരിക്കുക. നമ്മൾ വീട്ടിലുള്ളവർ ചങ്കത്ത് തീയും കൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ്. ചിലർ ശ്രദ്ധിക്കില്ല, അവർ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പുറത്ത് പോവുക, കണ്ട വെള്ളത്തിലൊക്കെ പോയി ചാടുക. അപ്പം ഇന്നലെയും എന്തോ സംഭവം ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണ് ഒരു ഫാമിലിയുള്ള എല്ലാവരും ഒലിച്ചു പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടായി. അപ്പം ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് പോവാതിരിക്കും. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നീ ആരുടെ ഉപദേശിക്കാൻ എന്നൊക്കെ ചിലർ ചോദിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ വാർത്തകൾ അങ്ങനെയാണ് വരുന്നത്. പറഞ്ഞ പോലെ ഇന്നലെ ഒരു വണ്ടിയിലോട്ട് ഫുള്ളൊരു മരം കടപുഴകി വീണു, അതിൽ ആൾ മരിച്ചുപോയി എന്നൊക്കെ കണ്ടു. അപ്പം പറയുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. മരത്തിനെയും മഴേനെയൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെ ശ്രദ്ധിക്കുക മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ എന്താണ്, പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. തോമുൻ എങ്ങനെയുണ്ടെന്നാണ് കുറേ പേര് ചോദിച്ചത്. തോമു ബെറ്ററായി, പക്ഷെ അവനൊരു ക്ഷീണമുണ്ട്, ഉള്ളിൽ പനി ഉണ്ടായിരിക്കും. ഹോമിയാണ് കേട്ടോ അവൻ കഴിക്കുന്നത്. അത് എന്തായാലും കഴിക്കുന്നതുകൊണ്ടൊരു ആശ്വാസമാണ് എനിക്ക്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ അവന് ക്ഷീണമുണ്ട്. അതുകൊണ്ട് അവൻ ഒതുങ്ങി കിടക്കുകയാണെങ്കിൽ നമുക്ക് ഊഹിക്കാം ഹീസ് നോട്ട് വെൽ എന്ന് ഊഹിക്കാം. തൊട്ട് നോക്കുമ്പോൾ പനിയൊന്നും ഇല്ല, ചെറിയൊരു ചൂട് മാത്രമുള്ള ആ തീപ്പൊള്ളലൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. പിന്നെ സത്യം പറഞ്ഞാൽ ഞാനിപ്പം ഫുള്ളി എൻഗേജ്ഡ് ആണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ ഷിജുക്കുട്ടൻ്റെ വീഡിയോസ് കാരണം അടിപൊളിയായി. ഇപ്പം എനിക്ക് റീസെൻ്റ്ലി ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ വെറൈറ്റി മീഡിയയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ഷിജുക്കുട്ടൻ്റെ, ഭയങ്കര രസമായിട്ടുണ്ട്. ആൾ പക്ഷേ ഇടയ്ക്ക് കരഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ. എന്നാലും വളരെ രസമായിട്ടുണ്ട് ഷിജുക്കുട്ടൻ്റെ മാമനും. എനിക്കത് എത്തിപ്പെട്ടാൽ ഉറപ്പായിട്ടും എനിക്ക് ഷിജുവിനെ കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ ഭൂമി ഉരുണ്ടതാണല്ലോ, കറങ്ങി തിരിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഈ പറയുന്ന പോലെ മഴയുടെ ശബ്ദവും എന്താണ് വൃത്തിയുടെ ശബ്ദവും ചോദിക്കുന്ന നിനക്ക് വേറെ പണിയില്ലേ ഈ മഴയത്ത് പോയി നിന്ന് വീഡിയോ എടുക്കാൻ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ചേച്ചിമാർ കുറച്ച് പേര് വരും. എന്നാലും കാര്യമില്ല, ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടത്. നല്ല കാറ്റും മഴയാണ് കേട്ടോ. എനിക്കത് വീഡിയോയിൽ അത്ര വിസിബിൾ ആണെന്നുള്ളത് എനിക്ക് അറിയില്ല. പ്ലാവിൻ്റെ ഒരു സൈഡിൽ ഇലയില്ല, അത് മൊത്തം മുറ്റത്തുണ്ട്. ഞാനത് അടിച്ചടിച്ച് എനിക്ക് വയ്യാണ്ടാവുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പ്ലാവിനെ നോക്കും, എന്തിനാ പ്ലാവ് എന്നോട് ഈ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ. ഇവിടെ ഫുൾ ഞാൻ കാണിക്കാട്ടോ, ഇവിടെ ഫുൾ എനിക്ക് ഇവിടുത്തെ അടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഈ പറയുന്ന പോലെ താഴത്തെ എനിക്ക് ഞാൻ മിറ്റം അടിച്ചിട്ടില്ല കേട്ടോ. താഴത്തൊന്നും ഞാൻ മിറ്റം അടിച്ചിട്ടില്ല, മഴയാണ്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല, പിള്ളേരും ഇറങ്ങാത്തത് കൊണ്ട്. നല്ല രസമല്ലേ ഈ കാറ്റത്ത്. ഹായ് പറയൂ. ടോയ്സ് കാണിച്ചു കൊടുത്തു തോമോനും പാച്ചുവിനും ഇപ്പം 2-3 ദിവസമായിട്ട്, ഒരു 2 ആഴ്ചയായിട്ട് കിൻഡർ ജോയ് ഭയങ്കര ക്രേസാണ്. അപ്പം പാച്ചുവിനാണ് ആക്ച്വലി ഞാനത് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ തോമോന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. തോമ വെള്ളമാണ് കൂട്ടാ, ഇവിടെ വായോ വീഴും. നമ്മൾ ചാക്കോച്ചിനെ നോക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതല്ലേ. ചാക്കോച്ചി ഉറങ്ങട്ടെ. അത് അടി വാങ്ങിക്കാനുണ്ട്. അവൻ ചാക്കോച്ചിനെ വിളിക്കാൻ പോവാന്ന് നോക്കാൻ പറഞ്ഞാൽ അവൻ നോക്കിക്കോളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ
തോമ ഇറങ്ങി വന്ന സ്ഥിതിക്ക് തോമുമായിട്ട് ഞാനിവിടെ അധികം നേരം നിൽക്കാറില്ല. പിള്ളേർക്ക് എപ്പോഴാണ് ബുദ്ധിമോശം തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല. ആളെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട്. ഒന്നും മേലും ഒഴിച്ചെടുത്തു, തല നനച്ചില്ല. ഇനി വെറുതെ വേറൊരു അസുഖം ഞാനായിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ചാക്കോച്ചൊന്ന് ഉരുണ്ട് പെരണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ഭൂമിയിലോട്ട് പതിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ റൂമിൽ കയറട്ടെ കേട്ടോ. അപ്പോൾ നല്ല മഴ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ നല്ലപോലെ കേൾക്കായിരിക്കും, എന്നാലും എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ അന്വേഷണത്തിന് മറുപടി തരാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച്. എന്നെ ഇന്ന് കൺസിഡർ ചെയ്യുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ടോമു ബൈ ഗായ്സ്. ഹലോ വെള്ളാണ്. അപ്പം ബൈ പറയാം.